പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാതെ വീട്ടിലിങ്ങനെ ഇരുന്നപ്പോൾ ഗ്രില്ലൊക്കെ ഒന്ന് നോക്കിയപ്പോൾ തോന്നി നോക്കണ്ടില്ലേനൊന്ന്. കാരണം അതിന് മാത്രം തുരുമ്പ് കയറിയിട്ടുണ്ട്. തുരുമ്പ് കയറിയത് കണ്ടപ്പോൾ പിന്നെ ഏതായാലും വെറുതെ ഇരുന്ന് ശീലമില്ലാത്തതുകൊണ്ട് അങ്ങാടി പോയിട്ട് നേരെ എംസാൻഡ് വാങ്ങി കൊടുന്നു. എംസാൻഡ് അല്ല, സാൻഡ് പേപ്പർ വാങ്ങി കൊടുന്നു കണ്ട് നമ്മളിങ്ങനെ ഒരതാനുള്ള പരിപാടി. അതിങ്ങനെ ഒരതി തുടങ്ങിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, ഇത് കുറച്ച് റിസ്ക് പിടിച്ച പരിപാടിയാണ്. കയ്യും വേദന കൊണ്ട് വേണ്ട രീതിയിൽ തുരുമ്പൊന്നും പോകണമില്ല. ഏതായാലും പിന്നെ വലിയ ആളായി തുടങ്ങി കുടുങ്ങിയ സ്ഥിതിക്ക് വലിയ മെനക്കെടില്ലാതെ തുരുമ്പ് അടിയോടുകൂടി പോരുന്ന ടൂളും അന്വേഷിച്ച് കടയിലെത്തിയപ്പോൾ കിട്ടിയത് ഒന്ന് ഈ 100 mm ഫ്ലാപ്പ് വീലും പിന്നെ ഈ ഒരു സാധനം വയർ കപ്പ് ബ്രഷ്. ഇത് ട്വിസ്റ്റഡ് ആണ്, അതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ്ങും ഉണ്ട്. നല്ല ഉഷാറാണ് ഈ രണ്ട് സാധനവും എന്നാണ് കടക്കാരൻ പറഞ്ഞത്. ഏതായാലും അത് രണ്ടും നമ്മൾ എടുത്തുകൊണ്ട് പോന്നു. എന്ത് വന്നാലും ചൂടാവാത്തൊരു പെണ്ണുങ്ങളും കണ്ണുക്ക് പൊടി വാറാതെക്കാനുള്ള ഗ്ലാസും മൂക്കുക്ക് പൊടി കയറാതെക്കാനുള്ള ഒരു കെട്ടും കൈമലൊരു ഗ്ലൗസും ഈ ടൂൾസ് കൊടുക്കാനുള്ള ഒരു മെഷീനും ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യണവർക്കുള്ള എല്ലാ സെറ്റപ്പും റെഡിയായി. ഫ്ലാപ്പ് വീൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പണി തുടങ്ങിയത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, വളരെ പെട്ടെന്ന് വളരെ വൃത്തിയായിട്ട് തന്നെ ആ ഒരു തുരുമ്പൊക്കെ അടിയോടുകൂടി തന്നെ ഇളകി പോരുന്നുണ്ട്. ഇതിലിപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതുപോലെ വളഞ്ഞ സ്ഥലങ്ങൾ, കോർണർ, വക്കുകളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഓവറായിട്ട് പ്രസ് ചെയ്യരുത്. അങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇരുമ്പ് എന്ത് ചെയ്യും, ഗ്രൈൻഡ് ആകും, അവിടുത്തെ ഷേപ്പ് മാറും. അപ്പോൾ അതൊന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇതൊന്നും എക്സ്പേർട്ടുകളോടല്ല കേട്ടോ പറയണത്. എന്നെപ്പോലെ ഇതേപോലെ വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ പറയണത്. അങ്ങനെ ഫ്ലാപ്പ് വീൽ യൂസ് ചെയ്യാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ അതിൻ്റെ കൂടെ തന്നെ വാങ്ങിയിട്ടുള്ള വയർ കപ്പ് ബ്രഷാണ് ഞാൻ യൂസ് ചെയ്തത്. ഇതാവുമ്പോൾ വളഞ്ഞ സ്ഥലവും അതേപോലെ തന്നെ കോർണറൊക്കെ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്. പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ ഫ്ലാപ്പ് വീലാണ് തുരുമ്പ് നന്നായിട്ട് പോരുന്നതും വളരെ സ്പീഡിൽ പോരുന്നതും ഫ്ലാപ്പ് വീലാണ് ഈ ഒരു കപ്പ് ബ്രഷിനേക്കാൾ. ഏതായാലും ആ രണ്ട് ടൂൾസും മാറി മാറി യൂസ് ചെയ്ത് കണ്ട് ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ലൊരു പെയിൻറ്ററെ വിളിച്ചിട്ട് മൊത്തം പെയിൻറ്റ് ചെയ്യിപ്പിക്കണം. ഫ്ലാപ്പ് വീൽ യൂസ് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പൊടി പാറിയത്. പൊടി പാറി എന്ന് പറഞ്ഞാൽ ആ ഏരിയ ഒന്നായിട്ട് ഇതാ ഈ കോലാവും. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ചൂടാവാത്തൊരു പെണ്ണുങ്ങളും ഈ പണിക്ക് ആവശ്യമാണ് എന്നുള്ളത്. കാരണം പണിക്കാർ പണിയെടുത്ത പോലെ തന്നെ ക്ലീൻ ചെയ്ത് പോകുമല്ലോ. അത് നമ്മൾ പണിയെടുക്കുമ്പോൾ നമ്മൾ അവസാനം എന്താ പറയുക, ഓളെ വിളിച്ചേണ്ട ഒന്നാണ് ക്ലീൻ ആക്കാൻ പറയില്ലേ. അപ്പം ചൂടാവാത്തൊരു പെണ്ണുങ്ങളും കൂടി സ്വന്തമായിട്ട് ഇതേപോലെ വീട്ടിലെ ഗ്രില്ല് തുരുമ്പ് കളയാൻ ഒരുങ്ങണവർക്ക് ആവശ്യമാണ്. കണ്ടോ, ഈ കോലാവും. സ്ഥലം മാത്രമല്ല, നമ്മളും ഈ കോലാവും. അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെയൊക്കെയാണ് ഞാൻ എന്ത് ചെയ്തത്, ആ ഒരു ഒഴിവ് ദിവസം അങ്ങോട്ട് മുതലാക്കിയത്. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേറെയുള്ളവർക്കും വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്താൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തി. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഇതൊന്നും പ്രഗത്ഭർക്കും എക്സ്പേർട്ടുകൾക്കും അല്ല. എന്നെപ്പോലെ വീട്ടിലിങ്ങനെ വെറുതെയൊക്കെ ഇരിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അതെങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം.